ഇപ്പോൾ ഞാൻ ചൂരൽമല ടൗണിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു പട്ടണമായിരുന്നു. ആ പട്ടണം ഇന്നിപ്പോൾ തകർന്ന നിലയിലാണ്. അതിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ SYSൻ്റെയും മറ്റുമൊക്കെ വോളണ്ടിയർമാർ ഈ ചെളി നീക്കി ഇതിനെ പഴയ പോലെ ആക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. ഇത് ഒരു പാർട്ടി ഓഫീസിൻ്റെ പരിസരമാണ്. തൊട്ടപ്പുറത്തൊരു ടെക്സ്റ്റൈൽ ഷോറൂമുണ്ട്. ഇതൊക്കെ സമ്പൂർണ്ണമായിട്ടും ചെളി നിറഞ്ഞു നിൽക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരാണ് ഇതൊക്കെ ഒരു തരത്തിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്നുള്ള ആളുകളാണ്? ഞങ്ങൾ വയനാട്ടിൽ കൽപ്പറ്റയാണ്. SYS വയനാട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഏകദേശം ഒരു 250ഓളം പ്രവർത്തകരും ഇവിടെ ഈ ഫ്ലഡ് ഉണ്ടായ അന്ന് രാവിലെ 4 മണി മുതൽ കാലത്ത് രാവിലെ 4 മണി മുതൽ ഈ നിമിഷം വരെ ഊണും ഉറക്കമൊഴിച്ച് പൂർണ്ണമായിട്ട് ഇവിടെ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളും കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമായി നടന്നു വരികയാണ്. ഇതിൻ്റെ കൂടെ SYS സാന്ത്വനം വയനാട് ജില്ലാ കമ്മിറ്റി കൂടാതെ മറ്റ് ജില്ലകളിൽ നിന്ന് നമ്മൾ പ്രവർത്തനമെത്തുന്നുണ്ട്. എന്നിരുന്നാൽ കൂടുതലായിട്ട് ഇന്ന് തന്നെ 250 ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത മേഖലയിൽ അവർ ഇതുപോലെ ഈ ടൗൺ ആകെ നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ചെളിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരർത്ഥത്തിൽ വൃത്തിയാക്കി ഇതൊരു വാസയോഗ്യമാക്കി എടുക്കുക എന്നുള്ളതൊരു ശ്രമകരമായ കാര്യമാണ്. അതിൽ നിങ്ങളുടെ പ്രവർത്തകർ വളരെ സജീവമായ രംഗത്തുണ്ടോ? ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ NDRF അതുപോലെ തന്നെ ഗവൺമെൻറ് സൈന്യം ഇവരെ കൂടെ കൃത്യമായിട്ട് നമ്മൾ പ്രസിഡന്റ് സാന്ത്വനം പിന്നെ ഇവിടുത്തെ സേവനത്തെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്. നിലവിൽ ഇന്ന് 6ാമത്തെ ദിവസമാണല്ലോ. 6ാമത്തെ ദിവസമാണ് ഇന്ന്. ഫ്ലഡ് നടന്ന അന്ന് രാവിലെ 3 മണി മുതൽ ഈ സമയം വരെ നമ്മളെല്ലാവരും ഉണ്ട്. 100-200 ആളുകൾ സാന്ത്വനത്തിൻ്റെ ഇവിടെ സേവനം ചെയ്യുന്നു. മാത്രമല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ അന്തരീക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മനുഷ്യസാധ്യമായത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മിഷണറീസ് എടുക്കുമ്പോൾ ഉള്ള ഒരു സാധ്യത പരമാവധി ഈ പ്രദേശം നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ഉള്ളൂ. ഇവിടെ പഴയ രീതിയിലേക്ക് ആക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം തുടക്കം നമ്മൾ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സാധ്യമാകുന്നത് ചെയ്യുന്നുണ്ട്, സർക്കാരും ചെയ്യുന്നുണ്ട്. ചില പോരായ്മകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൻ്റെ ഭയങ്കര അഭാവം തന്നെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഒരു 300ഓളം ആളുകൾ ഇതിനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മെയിൻ ആളുകൾ എല്ലാവരും അവിടെ വന്നിട്ടാണ് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യത്തിൻ്റെ അഭാവം നല്ലോണം ഉണ്ട് ഇവിടെ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാ സന്നദ്ധ സംഘങ്ങളും വളരെ സന്തോഷം ചെയ്യുന്നുണ്ട്. ചിലയിടത്തൊക്കെ ഇതിനെ സന്നദ്ധ സംഘങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചെയ്ത സേവനങ്ങളെല്ലായ്മ ചെയ്യുന്ന ചില വോയിസുകളും മെസ്സേജുകളും തെറ്റായ സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു ചെറിയൊരു സങ്കടമുണ്ട്. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ അറിയില്ല. അവർ പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലായില്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാർ മാറി വരുമ്പോഴേ അവർ ഓരോന്ന് പറയുന്നതല്ല അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പരമാവധി അവരോട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി വാർത്ത പുറത്തുകൊടുക്കുന്നുണ്ട്. ആ കുന്നുമ്മൽ കണ്ട അന്നത്തെ ബോഡി അവർ എടുക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ 24 തോന്നുന്നുണ്ട് ഇവിടുന്ന് മാതൃഭൂമി ആരോ ഇവിടുന്ന് കൊടുത്ത് ഉടനെ പിന്നെ രാത്രി അവിടെ പോയിട്ട് അവർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും എല്ലാം തീർച്ചയായും. ഇപ്പോൾ താങ്ക് യു. ഇതൊരു സന്നദ്ധ സേവനം നടത്തുകയാണ്.